ഇപ്പൊ ഞങ്ങളുള്ളത് 2018-19 കാലങ്ങളിൽ നമ്മളെ ചൂരൽമലയിൽ ഉരുള് പൊട്ടിയ സ്ഥലത്താട്ടുള്ളത്. അതിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ കിടക്കുന്നത്. ഈ ബൈക്ക് എന്താണ് ചോദിച്ചത്? എന്ത് സംഭവം ഇങ്ങനെ വെക്കാൻ കാരണം? ഓഫ് റോഡ് പോയി വണ്ടി അല്ലേ? അപ്പൊ ഇവിടുത്തെ നമ്മളാളെ പേരെന്തായിരുന്നു? പക്ഷേ ശ്രീകുമാറായിട്ടാ. അപ്പൊ മൂപ്പര് ഓഫ് റോഡ് ചെഗുവര, ശ്രീകുമാറായിട്ടാണ് ചെഗുവര എന്നാണ് അറിയപ്പെടുക. അപ്പൊ മൂപ്പര് പണ്ട് ഓഫ് റോഡ് പോയിന്ന വണ്ടിയാണ് കേട്ടത്. ഒരു ഓർമ്മക്കായിട്ട് വെച്ചതാണ്. അതിന്റെ വിശേഷങ്ങൾ ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം. അവരെ വീട് വരുന്നത് ഇത് ശരിക്കും ഫോറസ്റ്റ് ഏരിയ ആണ് ചേച്ചിയെ? ഇതൊക്കെ നിങ്ങൾക്ക് എത്ര ഏക്കർ സ്ഥലം വരുന്നത് ഇവിടെ? 26 ഏക്കർ. അത് ഫുള്ള് നിങ്ങളെ പേരിൽ തന്നെ? 26 ഏക്കറിൽ വരുന്ന ഒരു വീട് സ്ഥലമാണ് ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ കൃഷിയാണ് ചേച്ചി ചെയ്യുന്നത്? ഏലം, കാപ്പി അല്ലേ? കുരുമുളക് അല്ലേ? ഓറഞ്ച് ഒക്കെ ഇത് ഭാഗത്ത് വരുന്നത്? മല്ലയില്ല. അവിടെ നിങ്ങൾ പോയിട്ട് ചെയ്യലല്ലേ? പണിക്കാരുണ്ടാവോ? നിങ്ങൾ ഒറ്റക്ക്? അത്രയും നിങ്ങൾ ഓടി എത്തുവോ? അന്ന് ഉരുള് പൊട്ടി. അന്ന് എത്ര വീടുകൾ ഏകദേശം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? പള്ളിയൊക്കെ പോയില്ലേ? ആൾക്കാരൊക്കെ ഇവിടുന്ന് മാറി താമസിച്ചു. മാറ്റിയോ? നിങ്ങൾ മാത്രം മാറുന്നില്ല? വീട്ടിൽ നിങ്ങൾക്ക് കിട്ടില്ല? കൊടുത്തൂല്ലേ? പക്ഷെ നിങ്ങൾ ഇവിടുന്ന് മാറുന്നില്ല? ഇവിടെ തന്നെ ജീവിക്കാന്നുള്ള? ഇവിടെയല്ലേ? അവിടെ വെച്ചല്ലേ? ഇവിടുന്ന് പോവാനാണ്ട് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ എത്ര ഫാമിലി ഉണ്ടാവും ഇപ്പൊ ഇവിടെ ഈ ഏരിയയില്? ഒറ്റ ഫാമിലി ആരുമില്ലല്ലേ? 4 കിലോമീറ്റർ നിങ്ങൾ ഒറ്റക്കാ ഇവിടെ താമസം അല്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ജീപ്പൊക്കെ ആരതാണ്? ജീപ്പിനല്ലേ? നമുക്കിന്ന് തങ്ങാൻ പറ്റുമോ? ഇതാണ് സ്ഥലം വരുന്നത്. ഒരു രക്ഷയില്ല. സുമാറാണി എന്നാണ് വീടിന്റെ പേര്. ഇവിടെ ഒരു ചെറിയ ടെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു എന്താ പറയാ, മുറ്റത്തിന്റെ പുറത്തിരിക്കുന്ന കേട്ടാ. എന്ത് സോളാറിൽ ലൈറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട മേലെ. ടയറൊക്കെ വെച്ചിട്ട് എല്ലതും പേര് സ്വന്തമായിട്ട് ഇവിടുന്ന് ചെയ്യുന്നതാട്ടാ. വീട് എന്തായാലും നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. ചെഗുവേരന്റെ ഫോട്ടോയും കാര്യങ്ങളുണ്ട്. നല്ലൊരു KL 05 നല്ല അടിപൊളി ജീപ്പുണ്ട്. എനിക്കൊന്നും കുറേ ആയിട്ട് എടുക്കലില്ല. അതിലൊക്കെ ഒരു ചെടികളൊക്കെ നട്ട് നനച്ചിട്ടുണ്ട്. പിന്നെ ഒരു വീടിന്റെ ഈ സൈഡൊക്കെ വരുന്നട്ടാ. ഞങ്ങൾ ആളെന്തായാലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പം എന്താ പറയുക, ഇവിടെ വന്നു വേറെ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അവരെ വൈഫ് ഉണ്ടായിരുന്നു. ആള് മുഖം തരുന്നില്ല, കാര്യങ്ങളൊക്കെ കുറേ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ അന്ന് ഉരുള് പൊട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ 1-2 ഇവിടെ കയറാൻ വന്നിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഓരോ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഫൈനലി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടു. മേലേക്ക് ഫുള്ള് കാടല്ലായിരുന്നു? ഇപ്പൊ കാടായില്ലേ? അന്ന് ഇതിനുള്ളിൽ വെള്ളം കയറിനാ? അങ്ങനെയുള്ള ശ്രീകുമാറാട്ടെ വീടിൽ പറയുന്നുണ്ട്. ആ വീടിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 സൈഡും കൂടെ പൊട്ടി. ആ വലിയൊരു വീട് കാണിച്ചിട്ടുണ്ട്. ആ രണ്ട് വലിയ വീടിന്റെ ബാക്കി സ്ഥലം ബാക്കി റോട്ടിലായിരുന്നു, ഗേറ്റില്ല, ബാക്കിയൊക്കെ പോയത്. അതല്ല, ഇത് ഇവിടെ എന്തൊക്കെ മൃഗങ്ങളാ രാത്രി വരിക? കടുവ വരും, ആന വരും. ദ്രോഹങ്ങളുണ്ടാവോ? ഞങ്ങൾ അതിനനുസരിച്ച് നിൽക്കും. കടുവ ഇറങ്ങുന്ന സ്ഥലല്ലേ? ഞാനിന്ന് വേഗം വിടാൻ നമുക്ക് കൊടുക്കണ്ട അധികം. 6 മണിയാകുമ്പോ ആരല്ലേ? റാഷിയ ആ പ്ലാവുമെന്ന് ചക്ക എന്നിട്ട് പോത്തറാന. അതാ അവിടെ കൊമ്പൊക്കെ ഒടിച്ചു. ഇതൊക്കെ ശ്രീരാഘട്ട പോയ സ്ഥലങ്ങളാണ്. ഈ ബൈക്ക് എഴുതി വെച്ച സ്ഥലങ്ങളൊക്കെ ഓഫ് റോഡ് പോയ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടുന്ന് ചക്കൊക്കെ പൊട്ടിച്ചു പോത്തറാന. എന്നിട്ടാ കടുവന്റെ അല്ലേ? ആനന്റെ കടുവന്റെ കടുവല്ലേ?
ഞാനെന്ത് പറക്കൂലേ സന്തോഷം ചോദിച്ചോ, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി. മിഥുൻ, ഇതിൽ ശരത്ത്, റാഷിദ്, സനൂപ്, ഞങ്ങൾ ഇവിടുത്തെ ചേച്ചിനോട് ചോദിച്ചിട്ട് കാടൊന്ന് കയറാന്ന് വിചാരിച്ചു. 27 ഏക്കർ വരെ സ്ഥലം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മേലൊക്കെ ഫുള്ള് ഫോറസ്റ്റ് ആയിരുന്നു. കാട് മൊത്തം ഫോറസ്റ്റ് ജഗതിയറല്ലേ. അപ്പൊ എന്താ പറയാ, ഞങ്ങളൊന്ന് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കൊന്ന് കയറാന്ന് വിചാരിച്ചത് കേട്ടാ. ഇവിടെ ഈവനിങ് ആന പിന്നെന്താ പറയാ കടുവൊക്കെ ഇറങ്ങണ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ എന്തായാലും. ശരി വാടാ കയറ്. നിങ്ങൾ മറ്റേ മൂന്നാറ് പോയ പോലെ ബാക്കിൽ ഒളിഞ്ഞിരിക്കല്ലേ? 2018 10-17 വീടുകളുണ്ടായ സ്ഥലമാണ്. ഇതൊക്കെ ഉരുള് പൊട്ടിപ്പോയതാ. ഇപ്പൊ ഇവിടെ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ. അവര് മാത്രം ഇടക്കൊന്ന് വരുന്നാ പറഞ്ഞത്. പക്ഷേ അതൊന്നും ജനവാസം ഇല്ലാത്ത ആൾക്കാർ പോയ ഇതൊന്നും കാണില്ല. ആന ഉണ്ട് പറയുന്നില്ല മേലെ. ആന കണ്ടാപ്പോ ഇല്ലട്ടെ. ഫുള്ള് കാടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാനുള്ള വഴി പോലും ഇല്ല. വഴി ഉണ്ടാക്കി പോണോ. എന്തായാലും ഞങ്ങള് ഫുള്ളായിട്ട് പോണില്ല. ആന ഇറങ്ങി വരുന്ന സ്ഥലം. ആനന്റെ പുല്ലുണ്ടോ അവിടെ? ആകെ കഴിക്കാൻ വരണോ? നമ്മളിവിടുന്ന് തിരിച്ചു പോവാട്ടാ. തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു അത്യാവശ്യം ഓഫ് റോഡുള്ള വഴി തന്നെയാണ്. തിരിച്ചു വരുമ്പോൾ നല്ല കയറ്റായിരുന്നു. പോകുമ്പോൾ പിന്നെ അത്ര റിസ്ക് ഉണ്ടാവില്ല. എന്താണ് അതല്ലേ, ഇറക്കാണ്. ആശയ കമാൺ ഇറങ്ങ്. ഞാന് ഇപ്പൊ സ്ഥലം കാണിച്ചിട്ടേ സ്ഥലം വരാം. പുത്തുമല ഊരിൽ പൊട്ടിയില്ല. അതാണ്ട്ടാ പുത്തുമല എന്താ പറയാ ഉരുള് പൊട്ടിയപ്പോ ഈ വീടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് വെള്ളം വന്നത്. ഇവിടെ ഏകദേശം സിറ്റൗട്ടിൽ കൂടെ ഒക്കെ വെള്ളം വന്നത്. അതായത് അതിന്റെ മേലെ നിന്നൊക്കെയാണ് വന്നത് അങ്ങനെ സ്ഥലങ്ങള്. ശരി, അസ്സലാമു അലൈക്കും. വലിയ വിളിക്കാട്ടാ, വിളിക്കാം. അപ്പൊ എന്തായാലും ഈ സ്ഥലങ്ങള് അന്ന് എന്താ പറയാ അങ്ങനത്തെ കുറെ സ്ഥലങ്ങൾ വന്ന് കാണുമ്പോ തന്നെ എന്താ പറയാ നമുക്ക് ഒരുപാട് കുടുംബങ്ങൾ 10-18 കുടുംബം എന്താ പറയാ വീടന്ന് ഒലിച്ചു വയ്ക്കുന്നത്. അതായത് 10-18 കുടുംബം തന്നെ ഇവിടെ ജീവിച്ചിരുന്നേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഉരുള് പൊട്ടിയ സ്ഥലത്ത് മുണ്ടക്കയിൽ എത്തി കേട്ടോ. ഞങ്ങളെല്ലാവരും കണ്ട സ്ഥലം തന്നെയാണ്. ഈ ന്യൂസിലൊക്കെ കണ്ട ഹൗസ് കോള് ഇന്ത്യൻ മിലിറ്ററി നിർമ്മിച്ച ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ മേലെ അവിടേക്കാണ് കയറാൻ പറ്റില്ല. നമ്മൾ പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും അലൗഡ് ഇല്ല. അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. ഹൗസ് കോളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. നമുക്ക് എന്താ പറയാ ഒരുപാട് വിഷമം തോന്നിയൊരു സംഭവം. ഉരുള് പൊട്ടി അന്ന് ഇതിലുള്ള ഒരു നമുക്കൊന്നും അവിടെ എത്തിപ്പെട്ടാൻ പറ്റില്ല. നമ്മളൊക്കെ പ്രവാസികളായതുകൊണ്ട് അവിടെ നിന്ന് കാണാനും ഇതാക്കാനൊക്കെ നമ്മൾ ഒരുപാട് കാലമായി ശ്രമിക്കുന്നത്. എന്താ പറയുക 1000 കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിൽ ഏകദേശം ഒരു 36 കുട്ടികളോളം മരണം നടന്നിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവിടുന്ന് ഇവർ മാറ്റി താമസിപ്പിച്ചിട്ടും വിദ്യാഭ്യാസമൊക്കെ വേറെ സ്ഥലത്താണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളാരും എന്താ പറയുക ഒരിക്കലും നടക്കാൻ ആഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അന്ന് അവിടെ നടന്നത്. ഇതെന്താ പറയുക ഒരിക്കലെങ്കിലും വന്ന് നേരിട്ട് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. ഒരുപാട് മനസ്സിൽ സങ്കടം തോന്നിയ കാര്യങ്ങളാണ്. എന്തായാലും അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ പിന്നെ ഇപ്പോൾ ലാസ്റ്റ് 2024 ഉരുള് പൊട്ടിയ സമയത്ത് മതങ്ങളൊന്നും നോക്കാതെ എല്ലാവരെയും എന്താ പറയുക ഇതാക്കിയൊരു ശ്മശാനത്തിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ ഒരു മതങ്ങളും നോക്കിയിട്ടില്ല. അവിടെയും കൂടി ഒന്ന് കാണണമെന്ന് നമ്മളെ കുറേ കാലമായിട്ട് ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കണ്ട് ഇതൊന്നും എന്താ പറയുക അത് ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കണ്ടത് നിങ്ങളിത് ഷെയർ ചെയ്ത് മനസ്സാണ്ട് മരവിച്ച് പോയി. ഏകദേശം 2 ദിവസം പിടിച്ചിങ്ങനെ ആ മരവിപ്പ് മാറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈ യാത്ര വന്നത് തന്നെ ഒരു ട്രിപ്പായിട്ടൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങനത്തെ ഒന്ന് ദുരന്തം നടന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം എന്തായാലും ഒരുപാട് വിഷമത്തോടു കൂടിയിട്ട് നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.